പയ്യന്നൂർ നഗരസഭ കരിയില ശേഖരണ യൂണിറ്റ് സ്ഥാപിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ സ്വച്ഛ് സർവേക്ഷൻ 2024 സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നഗരവീതിയിലെ തണൽ വൃക്ഷങ്ങളുടെ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ശേഖരിക്കുന്നതിനായി കരിയില ശേഖരണ യൂണിറ്റ് സ്ഥാപിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിച്ച യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ DYSP K വിനോദ് മുഖ്യാതിഥിയായി. കൗൺസിലർമാരായ മണിയറ ചന്ദ്രൻ, ഇക്ബാൽ പോപ്പുലർ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, മാലിന്യം കത്തിക്കൽ എന്നിവയിലൂടെയുള്ള മനുഷ്യൻ്റെ ഇടപെടൽ ഭൗമതാപം കൂടുന്നതിനിടയാക്കി ആഗോളതാപനം എന്ന പ്രതിഭാസം ഉണ്ടാക്കുന്നുണ്ട്. കരിയിലകളും മറ്റു ജൈവ മാലിന്യങ്ങളും കമ്പോസ്റ്റിംഗ് രീതിയിൽ സംസ്കരണം ചെയ്യുക വഴി ആഗോളതാപനം നിയന്ത്രിച്ച് ജൈവിക ഈർപ്പം നിലനിർത്താൻ സഹായകമാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മണ്ണിൻ്റെ ജൈവവൈവിധ്യം സമ്പുഷ്ടമാക്കും വിധത്തിൽ കമ്പോസ്റ്റിംഗ് നടത്തി വളമാക്കി മാറ്റുന്നതിന് കരിയില ശേഖരണത്തിന് മാത്രമായി നഗരസഭ 10 ഇടങ്ങളിലായി യൂണിറ്റ് സ്ഥാപിച്ച് നഗരശുചിത്വം നിലനിർത്താൻ പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ ബസ് സ്റ്റാൻഡ് പരിസരം, ഗാന്ധി പാർക്ക്, പോലീസ് സ്റ്റേഷൻ റോഡ്, പെരുമ്പ, ചിൽഡ്രൻസ് പാർക്ക്, കണ്ടോത്ത്, കോത്തായിമുക്ക്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കൗവായി പാർക്ക്, ഉളിയത്തുകടവ്, BKM ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ യൂണിറ്റ് സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You will never see. My goodness gracious me. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.